ഇന്നൊരു സ്വിസ് റോളിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മന്ന കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതോടൊപ്പം ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് 3 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. 2.5 ടേബിൾ സ്പൂൺ പാലും 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. മുട്ട വെള്ളയുടെ കൂടെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും മുട്ടയുടെ മഞ്ഞയുടെ കൂടെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ. ഇനി മുട്ടയുടെ മഞ്ഞ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുവാണ്. പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഓയിലിൻ്റെയും പാലിൻ്റെയും കൂടെ ഒരു മിക്സാണ്. ഇതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അരിപ്പ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയുടെയും കോൺഫ്ലോറിൻ്റെയും ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. ഈ കേക്കിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് മുട്ടവെള്ള ബീറ്റ് ചെയ്തെടുക്കാം. ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. മുട്ടവെള്ള ചെറുതായിട്ടൊന്ന് പതഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇതിന് പകരമായിട്ട് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി. അടുത്തതായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഈ മുട്ടയുടെ വെള്ളയും നല്ലതുപോലെ സ്റ്റിഫായിട്ട് വരണം. എഗ് വൈറ്റ് നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. പാത്രം കമഴ്ത്തി നോക്കിയാൽ പോലും താഴോട്ട് പോവില്ല. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത്. അടുത്തതായിട്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന സാധനങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ടേബിൾ സ്പൂൺ അളവും ഗ്രാം അളവും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി വിസ്ക് വെച്ചിട്ടോ സ്പാച്ചുല വെച്ചിട്ടോ മെല്ലെ ഫോൾഡ് ചെയ്തിട്ട് കേക്കിൻ്റെ ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. 12 ഇഞ്ച് നീളവും 9 ഇഞ്ച് വീതിയും 1 ഇഞ്ച് ഹൈറ്റുമാണ് ഈ ഒരു ബേക്കിംഗ് ട്രേക്കുള്ളത്. ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചും ബേക്കിംഗ് ട്രേയുടെ അളവനുസരിച്ചൊക്കെ ബേക്കിങ്ങിൻ്റെ ടൈമിൽ മാറ്റം ഉണ്ടാകും. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കേക്ക് 30 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് വിപ്പിംഗ് ക്രീം റെഡിയാക്കിയെടുക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് എന്ന് പറയുന്നത് 125 ml ആണ്. ഇത് നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ക്രീമിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഇതിലേക്ക് ഞാൻ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കേക്ക് തണുത്ത് വന്നു കഴിഞ്ഞാൽ അടിയിലൊരു ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം കേക്ക് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. അടിഭാഗം മുകളിലായിട്ട് വരണം. ഇത് റോൾ ചെയ്തെടുക്കുമ്പോൾ അടിയിൽ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറിൽ കേക്കിൻ്റെ ആ മുകളിലത്തെ ആ പോള ഭാഗം ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് കേക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. ക്രീം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് മെല്ലെ റോൾ ചെയ്തെടുക്കാം.
റോൾ ചെയ്തെടുത്തിട്ടുള്ള ഈ കേക്ക് ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. 2 മണിക്കൂർ കഴിഞ്ഞു, ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ആദ്യമേ ഇതിൻ്റെ സൈഡ് ഭാഗം രണ്ടും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. റോള് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.